ശ്രീമന്നാരായണീയം 60-ാം ദശകം. ഗോപസ്ത്രീകളുടെ ഗൗരീവ്രതം, വസ്ത്രാപഹരണവും അഭീഷ്ടസിദ്ധിക്കുള്ള പ്രതിജ്ഞയും എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു. മദനാതുരചേതസോന്വഹം ഭവതം ഹൃദയദാസ്യകാമ്യയ യമുനാതടസീനിസൈകതീം തരളാക്ഷ്യോ ഗിരിജാം സമാർച്ഛിച്ചൻ. മന്മഥനാൽ പീഡിപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവരും തരളഗാത്രികളുമായ ആ ഗോപവനിതകൾ അങ്ങയുടെ ചരണദാസ്യം ആഗ്രഹിക്കുകയും അത് സിദ്ധിക്കുവാൻ വേണ്ടി യമുനാ തടത്തിൽ വെച്ച് മണൽ കൊണ്ട് നിർമ്മിച്ച പാർവതി വിഗ്രഹത്തെ പൂജിക്കുകയും ചെയ്തു. തവ നാമകഥാരദാസമം സുദൃശ പ്രാതരുപാഗതാനദി ഉപഹാരശതൈരപൂജയൻ ദയിതോ നന്ദസുതോപവേദിതി. അങ്ങയുടെ നാമങ്ങളും കഥകളും ആലപിക്കുന്നതിൽ നിമഗ്നകളായ ആ സുന്ദരി മണികൾ ഒത്തുചേർന്ന് ദിവസവും പ്രഭാതത്തിൽ നദീതടത്തിൽ വരികയും നന്ദപുത്രനായ കൃഷ്ണൻ തങ്ങൾക്ക് ഭർത്താവായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഉപഹാര വസ്തുക്കളാൽ ഗൗരിയെ പൂജിക്കുകയും ചെയ്തു. ഇതിമാ സമുപാഹിത വ്രത സ്ഥരളാക്ഷീരഭിവീക്ഷ്യതാഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീതനുഗ്രഹേച്ഛയ. ഈ രീതിയിൽ ഒരു മാസത്തെ വ്രതം ആചരിച്ച ആ തരള നേത്രന്മാരെ കണ്ട് അങ്ങ് അവരിൽ കൃപാർദ്രനാവുകയും അവരെ അനുഗ്രഹിക്കുവാൻ നിശ്ചയിച്ച് യമുനാ തടത്തിലേക്ക് പോകുകയും ചെയ്തു. നിയമാവസിതോ നിജാംബരം തടസി മന്യവമുച്യതാസ്തദ യമുനാ ജലഖേലനാകുല പുരതസ്താമവലോക്യ ലജ്ജിത. വ്രതാവസാനത്തിൽ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് കരയിൽ വെച്ച് യമുനാജലത്തിൽ വിഹരിച്ചു കൊണ്ടിരുന്ന അവർ അങ്ങയെ കണ്ട് സംഭ്രമവും ലജ്ജയും പൂണ്ടവരായി തീർന്നു. ത്രപയാ നമിതാനനാസ്വധോ വനിതാ സംഭരജാലമന്ദികെ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ മിടപം ത്വം തരസാധിരൂഢവാൻ. ഗോപനാരിമാർ ലജ്ജാവിവശരായി മുഖം കുനിച്ചു നിൽക്കെ കരയിൽ വെച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്ത് അങ്ങ് വേഗത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ ശാഖയിൽ കയറിയിരുന്നു. ഇഹതാവതുപേത്യനീയതാം വസനം വാസുദൃശോ യഥായഥം ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രുവതി വ്യാമുമുഖേവധോ ജനേ. ഹേ സുന്ദരിമാരെ, ഇവിടം വരെ വന്ന് അവരവരുടെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടു പോകുവിൻ എന്ന് നർമ്മം നിറഞ്ഞ മൃദുസ്മേരത്താൽ അങ്ങ് പറഞ്ഞപ്പോൾ ആ സ്ത്രീകൾ ലജ്ജയാലും മോഹത്താലും കൂടുതൽ വിവശകളായി. അയി ജീവചിരം കിശോരനാ സ്തവദാസീരവശീകരോഷികിം പ്രതിശാംബരമംബുജക്ഷണേ ദ്യുതിതസ്തം സ്മിതമേവ ദത്തവാൻ. ഹേ പ്രിയപ്പെട്ട ബാലക, ദീർഘായുഷ്മാനായിരിക്കുക. അങ്ങയുടെ ദാസികളായ ഞങ്ങളെ എന്തിന് അവശകളാക്കുന്നു? ഹേ അംബുജ നേത്ര, വസ്ത്രം മടക്കിത്തരൂ എന്നവർ പറഞ്ഞപ്പോൾ അങ്ങ് പുഞ്ചിരി മാത്രം അവർക്ക് ദാനം ചെയ്തു. അതിരോഹ്യതടം കൃതാഞ്ജലി
പരിശുദ്ധാസ്വകതീർനിരീക്ഷ്യത വസനാന്യഖിലാന്യനുഗ്രഹം പുനരേവം ഗിരിമപ്യതാമുദ. പരിശുദ്ധകളും അങ്ങയെ മാത്രം ആശ്രയമായിട്ടുള്ളവരുമായ ആ ഗോപവനിതകൾ ജലത്തിൽ നിന്ന് കരയ്ക്ക് കയറി കൈകൾ കൂപ്പി നിൽക്കുന്നത് കണ്ടപ്പോൾ അങ്ങ് അവർക്ക് എല്ലാ വസ്ത്രങ്ങളും പിന്നെ സന്തോഷത്തോടുകൂടി ഒരു പ്രതിജ്ഞയും നൽകി. വിദിതം നനുവോ മനീഷിതം വദിതാരസ്തിഹയോഗ്യമുത്തരം യമുനാ പുളിനെ സചന്ദ്രിക ക്ഷണദായിത്യബലാസ്തമോചിവാൻ. ഹേ ഗോപിമാരെ, നിങ്ങളുടെ ആഗ്രഹം ഞാൻ നന്നായി അറിഞ്ഞിരിക്കുന്നു. യമുനയിലെ മണൽത്തിട്ടകളിൽ വെച്ച് നിലാവ് നിറഞ്ഞ രാത്രികൾ ഇക്കാര്യത്തിൽ തക്ക മറുപടി പറയും എന്ന് അങ്ങ് ഗോപസ്ത്രീകളോട് പറഞ്ഞു. ഉപകർണ്യ ഭവന്മുഖച്യുതം മധുനേഷ്യന്തി വചോ മൃഗീദൃശ പ്രണയാദൈ വീക്ഷ്യത്തെ വദനാബ്ജം ശനകൈർഗൃഹം ഗത. ഹേ ഭഗവാനെ, അങ്ങയുടെ മുഖത്തു നിന്നും പുറപ്പെട്ട ആ തേനൂറുന്ന വാക്കുകൾ ശ്രവിച്ചവരായി ആ മൃഗലോചനകൾ പ്രണയപൂർവം അങ്ങയുടെ മുഖപത്മം കണ്ടു കണ്ട് സാവധാനത്തിൽ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഗമിച്ചു. ഇതിനനുഗൃഹ്യ വല്ലവീർ വിപിനാന്തേഷു പുരേവ സഞ്ചരൻ കരുണാശിശിരോ ഹരേ ഹര ത്വരയാമേ സകലാമയാവലി. ക്ലേശഹരനായ അല്ലയോ ഭഗവാനെ, ഇപ്രകാരം ഗോപിമാരെ അനുഗ്രഹിച്ച അങ്ങ് പഴയ പോലെ തന്നെ വനാന്തർഭാഗങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കാരുണ്യത്താൽ ആർദ്രമായ ഹൃദയത്തോടു കൂടിയ ഭഗവാനെ, അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളെയും നശിപ്പിക്കണമേ. ശ്രീഹരേ നമഃ.